ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്നിവിടെ കടലയും കടച്ചക്കയും കൊണ്ടൊരു മസാലക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായി അരക്കപ്പ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചതാണ്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്തി കുക്കറിലൊഴിച്ച് 5 വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ഇപ്പോൾ ഇതാ 5 വിസിൽ കുക്കറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കടല വെന്തോ എന്താണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇതാ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് കുക്കറിൽ വെള്ളം കളഞ്ഞ് കുക്കറൊന്ന് നന്നായി കഴുകിയെടുത്ത് വരാം. ഇനി കുക്കറിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി എണ്ണയൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി. ഇനി അതിലേക്ക് പെരുംജീരകം, വലിയ ജീരകം 1/2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയും 2 പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും വെന്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കടലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്കയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തി കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് 1 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെക്കുക. ഒരു വിസിലടിച്ചതും ഗ്യാസ് ഓഫാക്കണം, അല്ലെങ്കിൽ കടച്ചക്ക ഒരുപാട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കടച്ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് നോക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയും 1 ടീസ്പൂൺ പെരുംജീരകവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി അരച്ച് 1 ഗ്ലാസ് വെള്ളവും ചേർത്തി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീയൊന്ന് കൂട്ടി അടച്ചു വെക്കുക. കറി നന്നായി ഒന്ന് തിളക്കട്ടെ. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. കറി ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം. ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങളിനി എന്തായാലും കടച്ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഒരു തവണയെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്ക് ഓക്കെ, ബായ്.